ഹായ് കൂട്ടരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ചാള എന്ന് പറയുന്ന സാധനം പൊതുവേ മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു വിഭവമായിരിക്കും അല്ലേ? അപ്പോൾ ചാള തന്നെ പല രീതിയിലുണ്ട്. നെയ്ച്ചാളയുണ്ട്, കുട്ടിച്ചാളയുണ്ട്, പിന്നെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ടേസ്റ്റ് കൂടിയ ചാള എന്ന് പറയുന്നത് ഇതേപോലെ ചെറിയ ചാള ഉണ്ടാവും, നെയ്യ് വെച്ച് വരുന്ന ഈ സമയത്ത് കിട്ടുന്ന ചാള. അപ്പോൾ ഇങ്ങനെയുള്ള ചാള കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മുളകിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വളരെ കിടു ടേസ്റ്റ് പറഞ്ഞാൽ കിടു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ചാളയ്ക്കെല്ലാം വെട്ടിക്കഴുകി നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, അതേപോലെ തന്നെ കുടംപുളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പിന്നെ അതുപോലെ തന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക്, അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മളിവിടെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അതായത് പച്ചമുളകും ഇഞ്ചിയും നമ്മുടെ ചുവന്നുള്ളിയും ഒക്കെ ചേർത്തിട്ട് കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇത് ഒന്ന് ചതച്ചങ്ങട് മാറ്റി വെക്കാം. അപ്പോൾ മീൻ മുളകിട് ഉണ്ടാക്കുമ്പോഴത്തേക്ക്, അതായത് മുളകിട്ട് ഉണ്ടാകുമ്പോഴത്തേക്കും ഇതേപോലെ ഉള്ളിയൊക്കെ ചതച്ച് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേകതരം രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കാരണം ചതച്ച് തന്നെ ഉണ്ടാക്കണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ രുചി എന്തായാലും കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇനി നമുക്കൊരു ചട്ടി നേരെ അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുകൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് ഒന്ന് പൊട്ടിയൊക്കെ വരുമ്പോഴത്തേക്കും ഒരല്പം ഉലുവയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ പച്ചമുളകും ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ നമ്മളുടെ ചുവന്നുള്ളിയൊക്കെ അങ്ങോട്ട് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഒരുമാതിരി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നല്ല കറിവേപ്പില അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മീൻ കറിയുടെയൊക്കെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിനുശേഷം ഒരല്പം മഞ്ഞപ്പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ, ഈ മുളക് പൊടിക്ക് പകരം ചേർത്തിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്രത്യേക രുചിയായിരിക്കും. പിന്നെ ഒന്നും കിട്ടണമെങ്കിൽ മീൻ കറിയുടെ കളറൊന്നും കിട്ടില്ല എന്നുള്ളത്, പക്ഷേ രുചിക്ക് യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാവില്ല. ഇനി നമുക്ക് കുതിരാൻ വെച്ചിരിക്കുന്ന പുളിയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പുളിയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചാറ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നീട് അതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാളയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് നമ്മളുടെ മത്തിക്കുട്ടനെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കൊച്ചു ചാളയായതുകൊണ്ടാണ് നമ്മളിത് കട്ട് ചെയ്യാതെ ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം വലുതൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതെല്ലാം മുറിക്കാതെയാണ് നമ്മൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഒന്ന് വരഞ്ഞിട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മസാലയും മുളകും എരിവും എല്ലായിടത്തും നല്ലതുപോലെയൊക്കെ ഒന്ന് പിടിച്ച് നല്ല സെറ്റായിട്ടൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പോൾ നമ്മളുടെ മീൻ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി ഒന്ന് തിളച്ച് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം മതിയാവും. അപ്പോൾ ഇത്രയും വെള്ളം മതി. ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് നമ്മളുടെ ചാള നല്ലതുപോലെ ഒന്ന് വെന്ത് റെഡിയായിട്ടൊക്കെ വരും. അപ്പോൾ നമ്മളുടെ മത്തിക്കറി, മത്തി മുളകിട്ടത്, ചാള മുളകിട്ടത് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ തുറന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലതുപോലെ ചാറൊക്കെ ഒന്ന് കുറുക്കി നല്ല കളർഫുള്ളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനെ ഉപയോഗിച്ചാൽ മതിയാവും. കാരണം മീൻ കറി ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കാണ് പ്രത്യേക രുചി വരുന്നത് കേട്ടോ. കുറച്ച് കറിവേപ്പിലും കൂടി ഇതിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് നോക്കിയിലേക്ക് മൂടി അങ്ങോട്ട് വെച്ചേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മീൻ കറിയുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ തന്നെ ചെറിയ മത്തി കിട്ടുമ്പോഴോ അല്ല വലിയ മത്തി കിട്ടുമ്പോഴോ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായും ഈ രുചി നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്നേഹത്തോടെ, അല്ലു.